ആനന്ദപുരം ശ്രീരാമക്ഷേത്രത്തിലെ നവീകരണ കലശം ജൂൺ 1 മുതൽ 11 വരെ. ദിവസവും രാവിലെയും വൈകിട്ടും പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും ഹോമങ്ങളും നടക്കും. ജൂൺ 1 വൈകിട്ട് 6:30 ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം എന്നിവയുണ്ടാകും. വൈകിട്ട് പ്രത്യേക പന്തലിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ വേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തും. KS കൊച്ചുമോൻ മുഖ്യാതിഥിയാകും. തുടർന്ന് മാടായിക്കോണം ഗീതാഞ്ജലി ഭജന സംഘത്തിന്റെ ഭജന, കുമാരി അപർണദാസിന്റെ ഭരതനാട്യം, മാടായിക്കോണം ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ സംഘത്തിന്റെ കൈക്കുട്ടിക്കളി എന്നിവയുണ്ടാകും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഗുരുപദമാചാര്യൻ ഡോക്ടർ കാരുമാത്ര വിജയൻ, ക്ഷേത്ര സംരക്ഷണ സമിതി മുൻ സംസ്ഥാന അധ്യക്ഷൻ M മോഹനൻ, ചെറുശ്ശേരി വിവേകാനന്ദാശ്രമ മഠാധിപതി സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ആവണങ്ങാട്ടിൽ കളരി മഠാധിപതി അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ, ആനന്ദപുരം ചെറുപുഷ്പം പള്ളി വികാരി ഫാദർ ജോൺസൺ തറയിൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ, കവി രാപ്പാൾ സുകുമാരമേനോൻ, മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളി എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. ജൂൺ 8 രാവിലെ ജീവകലശത്തിൽ രക്ഷവിടർത്തി പൂജ, അധിവാസം നിവർത്തി പൂജ, മുളപൂജ, പ്രതിഷ്ഠാ ബലി, പ്രസാദ പ്രതിഷ്ഠ, വലിയ മരപ്പാണി എന്നിവയ്ക്ക് ശേഷം രാവിലെ 6:33 മുതൽ 8:44 വരെ പ്രതിഷ്ഠ നടക്കും. 9 രാവിലെ പരിവാര പ്രതിഷ്ഠ, മാതൃക്കൽ പ്രതിഷ്ഠയും നടക്കും. 10 ചതുർത്ഥ സ്നാനത്തിനുള്ള ബ്രഹ്മകലശ പൂജ, കുംഭേശ കർക്കരി കലശപൂജകൾ, പരികലശ പൂജകൾ, അധിവാസ ഹോമം, കലശാധിവാസം എന്നിവയുണ്ടാകും. സമാപന ദിവസം രാവിലെ 5 നട തുറന്ന് ദേവനെ കണി കാണിക്കും. തുടർന്ന് സൃഷ്ടി തത്വഹോമം, തത്വകലശപൂജ, കലശാഭിഷേക പൂജകൾ, വലിയ മരപ്പാണി, തത്വകലശാഭിഷേക പൂജ, പരികലശാഭിഷേകം, കുംഭേശ കലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, അവസൃത പോഷണം, ശ്രീഭൂതബലി എന്നിവയുണ്ടാകും. വൈകിട്ട് ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിപ്പും കൊടകര ഉണ്ണിയുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടാകും. പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരി, മേൽശാന്തി ചമ്രവട്ടം അരുൺ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര ഭാരവാഹികളായ MM ഗിരിജൻ, K പാർത്ഥസാരഥി മേനോൻ, സാവിത്രി പ്രഭാകരൻ, V സുധാകരൻ, K ഹരിദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ അമ്പലം ആനന്ദപുരം അമ്പലങ്ങളുടെ നാടാണ്. എന്നിട്ടൊരു അമ്പലമണി പണിയെന്ന് വെച്ച കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു പണ്ടത്തെ 2500 കൊല്ലം മുമ്പ് പഴക്കമുള്ള ശ്രീരാമക്ഷേത്രം പൊടിഞ്ഞെടുക്കണമെന്ന് പണ്ടേ അറിഞ്ഞിരുന്നു. 1996 നമ്മൾ കാട് വെട്ടി തെളിച്ചപ്പോൾ ക്ഷേത്രത്തെ അടിത്തറ കണ്ടത്, കരിങ്കല്ലോട് കിട്ടിയ അടിത്തറ കണ്ടു. അതിൻ്റെ മുകളിൽ കല്ലുകൊണ്ടുള്ള അയലൊക്കെ നശിച്ചു പോയിരുന്നു. ആ അടിത്തറ തന്നെ നമ്മൾ അതേപോലെ തന്നെ മുകളിൽ മാറ്റി പുനർനിർമ്മിക്കുക ചെയ്യുന്നത്. അതിൻ്റെ തറ പോലും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒന്നാണ്. അത്രയും കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലം വെട്ടിത്തെളിയിച്ച് ഇപ്പോൾ ഒരു പുതിയ അമ്പലം, 2 നിലയിലുള്ള ഒരു അമ്പലം പണി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ ജൂൺ 1 അവിടെ പുനഃപ്രതിഷ്ഠ നടത്താൻ പോവുകയാണ്.